ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. അവൻ അവശതയോട് പറയുമ്പോൾ അർജുൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് മെല്ലെ പിന്നിലേക്ക് നീങ്ങി. എന്നാൽ അത് കണ്ട് നിരഞ്ജൻ സമാധാനത്തോടെ ശ്വാസം വിട്ടുവെങ്കിലും മാധവന്റെ ചുണ്ടിലൊരു പുഞ്ചിരിയായിരുന്നു. നിരഞ്ജൻ തിരിഞ്ഞു നടക്കാനായി ഒരുങ്ങി ആ നിമിഷം തന്നെ അർജുനൊന്ന് ചാടിപ്പൊങ്ങി പുറംകാലുകൊണ്ട് അവന്റെ മുഖത്ത് തൊഴിച്ചു. ആ എന്താ നടന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും നിരഞ്ജൻ നിലത്തേക്ക് വീണ് വേദന കൊണ്ട് പുളഞ്ഞു. അർജുൻ അവനെ വലിച്ചെഴുന്നേൽപ്പിച്ച് മറുകൈ കൂടെ തിരിച്ചു ഓടിക്കുമ്പോൾ അവൻ ഉച്ചത്തിൽ അലറിപ്പോയി. ഇതിന്റെ പേരിൽ നീ എനിക്കെതിരെ ഇനി പുതിയ അവിഹിതങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവൾക്കൊരു ഏട്ടനുണ്ടായിരുന്നുവെങ്കിൽ അവൻ നിന്നതായി കണ്ടാ മതി. പിന്നെ ഇനി നിന്റെ കൈ അവൾക്ക് നേരെ പൊങ്ങിയ ഏയ് ഇനി പൊങ്ങില്ല അല്ലേ നിരഞ്ജൻ? പിറകിൽ നിന്നും മാധവ് പുച്ഛിക്കുമ്പോൾ അർജുൻ ഒന്ന് ചിരിച്ചു. എന്നാൽ ഓക്കെ നിരഞ്ജൻ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് കണ്ടിട്ടുമില്ല, ഞങ്ങൾ നിന്നൊന്നും ചെയ്തിട്ടുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ തിരിഞ്ഞു നടക്കുമ്പോൾ മാധവ് നിരഞ്ജനെ കലിയോടെ ഒന്ന് നോക്കിക്കൊണ്ട് അർജുന്റെ പിന്നാലെ പോയി. ആരോ നല്ല കണക്കിന് കൊടുത്ത കോളുണ്ട്. മോളെന്തായാലും ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകണ്ട. മോളെയും കൊണ്ട് എൻ്റെ റൂമിൽ കിടന്നോ, ഞാൻ അവൻ്റെ കൂടെ കിടന്നോളാം. രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ? അതിന് മറുപടിയായി അവളൊന്ന് തലയാട്ടി. എന്നാ പോയി കിടന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ വിളിക്കാം. ആദ്യം ഉറങ്ങിയ ദിത്തുമോളെയും കൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ ദിവാകരൻ തന്നെ മകൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അവളെവിടെ? തന്നെ കണ്ട പാടെയുള്ള നിരഞ്ജൻ്റെ ആ ചോദ്യം പാടെ അവഹേളിച്ചുകൊണ്ട് അയാൾ ബെഡിൻ്റെ മറു സൈഡിലായി പോയി കിടന്നു. അച്ഛനോടാ ഞാൻ ചോദിച്ചത്, ആ പൊട്ടി എവിടെയെന്ന്? അവൾ ഉറങ്ങി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. നിരഞ്ജൻ കലിയോടെ ഇരുന്നതല്ലാതെ ഒന്നും പ്രതികരിക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ദക്ഷ റൂമിലേക്ക് വരുമ്പോൾ ആരവെന്തോ കാര്യമായ ആലോചനയിൽ ബെഡിൽ ചരിഞ്ഞിരിപ്പാണ്. കുഞ്ഞിപ്പെണ്ണ് ബേബി ബെഡിൽ കിടന്ന് നല്ല ഉറക്കവും. ആരവേട്ടാ? ദക്ഷവന്റെ അരികിലിരുന്നു കൊണ്ട് ആ മടിയിൽ കൈവെക്കുമ്പോൾ ആരവൊരു ഞെട്ടലോടെ അവളെ നോക്കി. എന്താ, എന്തു പറ്റി? മുഖത്ത് വല്ലാത്ത ടെൻഷനാണല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും വർഷം കൂടുതൽ കൂടുതൽ വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അവൾ റിക്കവറായി വരുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ടാന്ന് അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ മറുപടി അതും പറഞ്ഞില്ല. ഒരു സൈഡിൽ അച്ഛൻ, മറ്റേ സൈഡിൽ അവള്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കർമ്മഫലം എന്നൊന്നും ഉണ്ടാരവേട്ടാ. അത് അനുഭവിക്കാതെ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ നിന്ന് പോകാൻ കഴിയില്ല. അതൊരു നിയമമാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഫ്രഷാകാൻ കയറുമ്പോൾ ആരമൊന്ന് പുഞ്ചിരിച്ചു. തീർത്തും വേദനയിൽ കുതിർന്ന പുഞ്ചിരി. എന്തോ ചിന്തയിലാണ്ടിരിക്കുന്ന മാളവിൻ്റെ അരികിലായി വന്നിരുന്നുവൻ. എന്താണ് മേഡം ഇത്ര വലിയ ആലോചന? അർജുൻ അവളുടെ തോളിലൂടെ കൈ കടത്തി അവളെ മെല്ലെ അവനിലേക്ക് ചേർക്കുമ്പോൾ മാളവനിലേക്ക് തലചാച്ചിരുന്നു. ആ കുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അർജുൻ. ആരുടെ? മാളു ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമെങ്കിലും അർജുൻ അവളും അറിയാത്ത രീതിയിൽ ചോദിച്ചു. താഴത്തെ ആ കുട്ടിയില്ലേ, ആദി, അവൾ തന്നെ. ഒരു പാവം കുട്ടിയാ, പക്ഷേ അവൻ ദുഷ്ടനാ. ആ കുട്ടിയെ ഒരുപാട് ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് അർജുൻ. എന്തിനേറെ വേറെ സ്ത്രീകളുമായി ബന്ധം വരെ ഉണ്ട് അയാൾക്ക്. മാളു ദേഷ്യത്തോടെയും വേദനയോടെയും പറയുമ്പോൾ അർജുൻ മറുപടി ഏതുമില്ലാതെ കേൾവിക്കാരനായിരുന്നു. നമുക്ക് അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അർജുൻ. ഇത്തവണ നേരിയ ഞെട്ടിൽ അവനിൽ പ്രകടമാവാതിരുന്നില്ല. മാളവിക, താൻ എന്തേ പറയുന്നത്? ആദ്യം നിരഞ്ജന്റെ ഭാര്യയാണ്. അവൾക്കിവിടെ സ്വന്തം എന്ന് പറയാൻ ഭർത്താവും അച്ഛനും മക്കളൊക്കെ ഉണ്ട്. അവളെ നമുക്കെങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയാ? പക്ഷെ അർജുൻ, അവൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവൾ ചത്ത് ജീവിക്കുകയാണ്. മാളവന് നേരെ തിരിഞ്ഞ് നോവോടെ പറഞ്ഞു. മാളവിക, എനിക്ക് തൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാകും. പക്ഷേ താനിപ്പോൾ പറഞ്ഞ ഈ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലടോ. ആ കുട്ടിയുടെ നാടാണിത്. അവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകുക എന്നത് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. അത് മാത്രമല്ല, നമ്മൾ വിളിച്ച ആ കുട്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അർജുൻ്റെ ആ വാക്കുകളിൽ മാളുവിൻ്റെ മുഖം നിരാശ കൊണ്ട് നിറഞ്ഞു. താനിങ്ങളുടെ ഡെസ്പാകണ്ട. നമ്മൾ കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവുമല്ലോ, നമുക്ക് നോക്കാന്നേ. എനിക്ക് മനസ്സിലാകും അർജുൻ. അർജുൻ പറഞ്ഞത് ശരിയാ. ഒരു പരിചയമില്ലാത്ത നമ്മളോടൊപ്പം ആ കുട്ടി ഒരിക്കലും വരില്ല. അല്ലെങ്കിൽ തന്നെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നമുക്ക് എന്താ അവകാശം, അല്ലേ? ഞാനെന്തൊരു പൊട്ടിയാ. അതും പറഞ്ഞ് തൻ്റെ വിഷമം അവനിൽ നിന്ന് മറക്കാനെന്നോണം മാളു വേഗത്തിൽ എഴുന്നേൽക്കുമ്പോൾ അർജുൻ അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. അർജുൻ, ഏട്ടൻ? അവൻ പുറത്താണ്, ഇപ്പോഴൊന്നും വരില്ല. ഇത് കേൾക്കാൻ മാളു അർജുനെ തന്നെ നോക്കിയിരുന്നു.
എന്താ ക്രീപ്പർ ഇങ്ങനെ നോക്കുന്നേ? ഞാനൊരാഗ്രഹം പറഞ്ഞ അർജുനൻ സാധിച്ചു തരുമോ? അവൾ അത്യധികം പ്രണയത്തോടെ കേൾക്കുമ്പോൾ അർജുൻ അവളെ സംശയത്തോടെ നോക്കി. എനിക്കൊരു കുഞ്ഞു കൊടുവള്ളി വേണം. അത് പറഞ്ഞ് പൂർത്തിയാക്കലും മാളു വേഗം നാണത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അർജുന് കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു അവൾ എന്താ പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ. അവനൊരു ഞെട്ടിലൂടെ വേഗം അവളെ തന്നെ നടത്തി മാറ്റി ആ മുഖത്തേക്ക് നോക്കി. മാളവിക, ആർ യു സീരിയസ്? അവൻ്റെ അത്ഭുതത്തോടെയുള്ള ചോദ്യത്തിൻ്റെ മാളു അവൻ്റെ വലത് കൈ പിടിച്ച് അവളുടെ വയലിൽ ചേർത്ത് വെച്ചു. എനിക്കൊരുപാട് ആഗ്രഹം തോന്നുന്നു അർജുൻ, നിന്റെ ഒരു ജീവൻ അവിടെ ചുമക്കാൻ, പ്രസവവേദന അറിഞ്ഞ് ആ കുഞ്ഞിനെ നമുക്ക് അരികിലേക്ക് കൊണ്ടുവരാൻ. മറുപടിയായി അവളുടെ നെറുകയിൽ സ്നേഹമുദ്രണം ചാർത്തി അർജുൻ. മാളു നിറകണ്ണുകളോട് അവൻ്റെ പിൻതലയിൽ വിരലിനാൽ തഴുകി ആ വിരിനെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അർജുൻ അവൾ ഇരു കൈയിലും കോരിയെടുത്ത് അകത്തേക്ക് കയറുമ്പോൾ മാളുവിൻ്റെ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു. കണ്ണുകൾ പിടഞ്ഞു. അവളിലെ ഭാവങ്ങൾ അത്രമേൽ ആസ്വദിക്കുകയായിരുന്നു അവനും ആ നിമിഷം. പിറ്റേ ദിവസം മുതൽ അർജുനും മാധവും നല്ല തിരക്കിൽ തന്നെയായിരുന്നു. ഇന്ന് മുതലാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. പതിയെ പോലെ ഇന്നും മാധവ് അവനോടൊപ്പം തന്നെയുണ്ട്. മാളവിക മാത്രമാണ് ഇപ്പോഴും വീട്ടിൽ. റൂമിലും പുറത്തു സ്റ്റെയറിലുമായി അവൾ സമയം ചെലവിടുമ്പോൾ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് തേടിപ്പോയത് ആദിയായിരുന്നു. എന്നാൽ നിരാശയായിരുന്ന ഫലം. 1-2 തവണ അവൾ താഴേക്ക് പോയി നോക്കിയെങ്കിലും അടഞ്ഞു കിടക്കുന്ന വാതിലാണ് കണ്ടത്. ഇടയ്ക്ക് അർജുൻ പറഞ്ഞ് അവൾ അറിഞ്ഞു നിരഞ്ജന് കാര്യമായി എടുത്തിട്ട് പെരുമാറിയത്. അതിലതിയായ സന്തോഷവും അവൾ പ്രകടിപ്പിച്ചു. ദിവസങ്ങൾ മെല്ലെ തെന്നി നീങ്ങുമ്പോൾ അവർക്ക് പോകാനുള്ള ദിവസവും അടുത്തുകൊണ്ടിരുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവിടെ ഷൂട്ട് കഴിയും. അതോടെ അർജുനും മാളവികയും മാധവും തിരികെ നാട്ടിലേക്ക് തിരിക്കും. പോകുന്നതിന് മുമ്പേ ആദ്യം ഒന്ന് കാണണമെന്ന് മാത്രമായിരുന്നു മാളവിൻ്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹാളിലെ സോഫയിൽ കിടന്ന് ഫോണിലേതോ വീഡിയോ കണ്ടിരുന്ന മാളു കേൾക്കുന്നത് താഴെ നിന്നുള്ള ഉച്ചത്തിലെ സംസാരമാണ്. അവളൊരു സംശയത്തോടെ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്തൊക്കെ തോന്നിയാസാണ് നീ വിളിച്ച് പറയുന്നത്? ബോധം നശിച്ചോ നിന്റെ? ഇത് നിന്റെ ഭാര്യയും കുഞ്ഞാണ്. അവരെ ഞാൻ എങ്ങോട്ട് ഇറക്കി വിടുന്ന നീ ഈ പറയുന്നത്? ദിവാകരൻ ദേഷ്യം കൊണ്ട് അടിമുടി പിറക്കുമ്പോൾ നിരഞ്ജൻ അയാൾ നോക്കി പൂജിച്ചു. ഇത് കേട്ടുകൊണ്ടാണ് മാളു താഴേക്ക് ഇറങ്ങുന്നത്. മുൻവശത്തെ ചുമരിൽ ചാരി ചലനമില്ലാത്തുള്ള പോലെ നിൽക്കുന്ന ആദിയെ കണ്ട് മാളുവിന് നെഞ്ചിടിപ്പുയർന്നു. ഏയ്, നിന്നോട് ഒരിക്കൽ കൂടെ പറയാ, എടുക്കാളതൊക്കെ എടുത്ത് ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം. ഇല്ലെങ്കിൽ തള്ളയും മോളെയും ചാവിട്ട് ഇറക്കും ഞാൻ. കാണോട് നിനക്കത്. നിരഞ്ജൻ ഉച്ചത്തിൽ അലറുമ്പോൾ ആ ശബ്ദം കേട്ട് പേടിച്ച് തിത്തുമോള് കരയാൻ തുടങ്ങി. നിരഞ്ജ, നീ ഈ കാണിക്കുന്നത് കൊടും പാപാണ് മോനെ. നിന്റെ ഭാര്യ എന്നതിലുപരി സംസാരശേഷി പോലും ഇല്ലാത്ത കുട്ടിയെ ഇവള്. ആരാരുമില്ലാത്ത ഇവള് ഈ പൊടിക്കുഞ്ഞിനെയും കൂടി എങ്ങോട്ട് പോകാനാണ്? അതൊന്നും എനിക്കറിയണ്ട. നാളെ ഗായത്രി ഇവിടേക്ക് വരും. ഇനി എൻ്റെ ഭാര്യ ഇവിടെ കഴിയാൻ പോകുന്നത് അവളാ. അങ്ങനെയുള്ളപ്പോ ഇവിടെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉറച്ച വാക്കുകൾ പോലെ അവസാനത്തെ തീരുമാനം കൂടി ആയിരുന്നു അവൻ്റേത്. എന്നാൽ ആദ്യം അപ്പോഴും ഏതോ ലോകത്തുനിന്ന് പോലെ അനങ്ങാതെ നിൽപ്പാണ്. അത് കണ്ട് കലി കയറിയ നിരഞ്ജൻ അവൾക്ക് അരികിലേക്ക് വന്ന് അവളുടെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ചു. പന്ന നായിൻ്റെ മോളെ, ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന്. ആട്ടേ പോലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോടി. അത് പറയലും അവനോട് ശക്തമായി മുറ്റത്തേക്ക് തള്ളുമ്പോൾ ആദ്യം ആ തള്ളലിൽ മുന്നോട്ട് വേച്ചു പോയി. മാളു വേഗം അവളെ പിടിക്കാനായി മുന്നോട്ട് ഓടും മുന്നേ ഇരു കൈകൾ അവൾ താങ്ങിയിരുന്നു. ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കി ആദ്യം കണ്ടത് വലിഞ്ഞു മുറുകിയ മുഖത്തോട് അങ്ങേയറ്റം കലിയോടെ നിൽക്കുന്ന മാധവനെയാണ്. മാളു വേഗത്തിൽ അവർക്ക് അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും തിത്തുമോളും ആദിയുടെ അരികിലായി കരഞ്ഞുകൊണ്ടെത്തിയിരുന്നു. അവൾ വേഗം തൻ്റെ പൊന്നുമോളെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആഹാ, വന്നല്ലോടി നിന്റെ രക്ഷകൻ. കൊള്ളാം, നല്ല ബെസ്റ്റ് ടൈമിങ് തന്നെ. ഇരു കൈകളും മാറിൽ പിടിച്ച് കെട്ടി നിരഞ്ജൻ പൂച്ചത്തോടെ ചുണ്ടുകൂട്ടുമ്പോൾ മാധവ ആദിയെ മാളുവിൻ്റെ സൈഡിലേക്ക് നീക്കിയിരുത്തി. മാളുവളെ ചേർത്ത് പിടിക്കുമ്പോൾ ആദ്യ ശബ്ദം പുറത്തേക്ക് വരാത്ത വിധം കരഞ്ഞുകൊണ്ട് അവളിലേക്ക് ചേർന്ന് നിന്നു. നിനക്ക് ഞാൻ ഒരിക്കലൊരു വാണിങ് തന്നതാണ് നിരഞ്ജൻ, പക്ഷെ നീ അത് മറന്നു. അതെ സാറേ, ഇത് എൻ്റെ കുടുംബക്കാരിയാണ്. ഇവളെൻ്റെ ഭാര്യയും. ഇവിടെ കിടന്ന് കൂടുതൽ ഷോ ഇറക്കാതെ സാറ് പോകാൻ നോക്ക്. ഇതെല്ലാം കേട്ട് കലിയിളകിയത് മാളവിലായിരുന്നു. ഡോ, തനിക്ക് നാണല്ലേ? എല്ലില്ലാത്ത നാവും കൊണ്ട് ഇങ്ങനെ തോന്നിയ ദിവസം വിളിച്ച് പറയാൻ. ഭാര്യയാണ് പോലും. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ തനിക്ക്? തനിക്ക് കിട്ടിയതൊന്നും പോരല്ലേ? ഈ പാവം പിടിച്ച പെണ്ണിനോടുള്ള തൻ്റെ ഈ ദ്രോഹമൊക്കെ അറിയിക്കേണ്ടവർ അറിയിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. വെറുതെ ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. മാളവൻ്റെ അരികിലേക്ക് വന്നു നിന്ന് പൊട്ടിത്തെറിച്ചു.
മേഡം എന്നെ നിയമം പഠിപ്പിക്കാനൊന്നും വരണ്ട. ഇവനോട് പറഞ്ഞത് എനിക്ക് നിന്നോടും പറയാനുള്ളൂ. അതുകൊണ്ട് ഈ നിൽക്കുന്ന സാറിനെയും വിളിച്ചോണ്ട് പോകാൻ നോക്ക്. അത് കേൾക്കാൻ മാളവനെ തുറിച്ചു നോക്കി. ഇവനെ കണ്ട നീ കൂടുതൽ നേളിക്കണ്ട. നിനക്ക് ഇനി ഇവിടെ സ്ഥാനം എന്ന് പറഞ്ഞ സ്ഥാനമെല്ലാം തന്നെയാണ്. മര്യാദക്ക് ഈ നാശം പിടിച്ചതിനെ കൊണ്ട് ഇറങ്ങിക്കോ. നീ ഇനി പോകാനിടല്ലെന്നാണെങ്കിൽ ഇവന്റെ കൂടെ പൊക്കോ. നിന്റെ രക്ഷകൻ കളിച്ച് നടക്കുവല്ലേ. അത് പറഞ്ഞ് നിരഞ്ജൻ മാധവന്റെ അടുത്തേക്ക് അല്പം കൂടെ നീങ്ങി നിന്നു. എന്റെ ഭാര്യ ആയതുകൊണ്ട് പൊക്കി പോറില്ല. നല്ല അടാർച്ചരക്ക സുഖിപ്പിച്ചങ്ങ് കൊല്ലും. കൊണ്ടുപോയാലും നിനക്ക് നഷ്ടമൊന്നും വരില്ല. മുതലാക്കാനുള്ളതൊക്കെ അവളിലുണ്ട്. പിന്നെ ഞാൻ കയറി ദിനവും മേഞ്ഞതാണെന്നൊന്നും കണ്ടാ പറയില്ല. അത്രമേൽ അറപ്പുളവാക്കുന്ന രീതിയിൽ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ മാധവ് അതീവ കോപത്തിൽ കൈമുഷ്ടി ചുരുട്ടി നിരഞ്ജന്റെ കവളിൽ പഞ്ച് ചെയ്തു. ആ വായിൽ നിന്നും കൊഴുത്ത രക്തം തുപ്പിക്കൊണ്ട് അവൻ നിലത്തേക്ക് വീണു. പൊന്ന നായിന്റെ മോനെ, നിന്റെ കോപ്പിലെ ഡയലോഗും കേട്ട് ഞാനങ്ങ് വാലും ചുരുട്ടി പോകുന്നു കരുതിയെങ്കിൽ അത് വെറുതെയാ. ഇത് മാധവാണ്. കിട്ടിയ അതിൻ്റെ ഇട്ടി കൊടുക്കാനും എനിക്ക് അറിയാടാ. മാധവ് അവൻ്റെ നെഞ്ചിൽ കാലുകെട്ടി ചവിട്ടുമ്പോൾ ആദ്യ പേടിയോടെ മാളവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. മാളവളെ നോക്കി ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ കണ്ണു ചിമ്മി കാട്ടി. ഇവൾക്ക് സംസാരശേഷി ഇല്ലെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയല്ലേ നീ ഇവളെ കെട്ടിയത്? പിന്നെ എന്താടാ നിനക്ക് ഇത്ര ചോർച്ചില്? അതോ മറ്റൊരുത്തിയെ കിട്ടിയപ്പോൾ ഇത്ര നാളും കൂടെ ഉണ്ടായെന്നവള് പോരെന്ന് തോന്നിയോ? അതുകൊണ്ടാണോ മുന്നിൽ കാണുന്നവരുടെയൊക്കെ കൂടെ നീ ഇവളെ ചേർത്ത് പറയുന്നത്? ഞാനെനിക്ക് തോന്നുന്നതൊക്കെ പറയും. അതിന് നിനക്കെന്തത്ര പൊള്ളാൻ? നിനക്ക് അത്രയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലേ നീ കൊണ്ടുപോയി കൂടെ പൊറപ്പിക്കടാ ഈ പൊട്ടിയെ. മാധവന്റെ കാൽക്കീലിൽ കിടന്ന് നിരഞ്ജൻ വേദനയിൽ മുഖം ചുളിക്കുന്നുണ്ടെങ്കിലും അതീവ ദേഷ്യത്തിൽ ചോദിച്ചുവൻ. എന്നാൽ ആ ഒരു ചോദ്യത്തിൽ മാധവന്റെ കാലുകളുടെ ബലം ക്ഷയിച്ചു. എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയില്ലേ? ഹോ, ഇവള് പൊട്ടിയാണല്ലോ. ഇവള് ആർക്ക് വേണല്ലേ? നാവ് കൊണ്ട് പൊരുതാനെല്ലാ പന്നകൾക്കും കഴിയും. പക്ഷെ പ്രവർത്തിക്കാനൊന്ന് അറക്കും. അവൻ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. നിരഞ്ജൻ മാധവനെ പുറകിലേക്ക് തള്ളി മാറ്റി. എന്നാൽ പെട്ടെന്നാണ് മാളവിക നിരഞ്ജന്റെ മുന്നിൽ സ്ഥാനം ഉറപ്പിച്ചത്. അവനൊരു സംശയത്തോടെ അവളെ നോക്കി. ഇനി ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ച് കേട്ടോ. ഇവളിൽ തനിക്കിനി ഒരു അവകാശമില്ല. താൻ കുറച്ചു മുന്നേ ചോദിച്ചത് തന്നോട് ഞാനിപ്പോൾ തിരിച്ചു പറയുക. ഇവൾ ഇനി ജീവിക്കും എൻ്റെ ഏട്ടനൊപ്പം. അതൊരിക്കലും ആദ്യശ്രീ നിരഞ്ജനായിട്ടല്ല, ആദ്യശ്രീ മാധവായിട്ട്. ഇതെൻ്റെ വാക്കാ, മാളവിക അർജുൻ്റെ വാക്ക്. നിരഞ്ജന്റെ മുഖത്തേക്ക് വാശിയിൽ തൊടുത്ത് വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് അവൾ തിരിഞ്ഞ് ആദിയുടെയും മാധവിൻ്റെയും കൈയും പിടിച്ച് മുകളിലേക്ക് നടക്കുമ്പോൾ അവളിൽ നിന്നും വീണ വാക്കുകളുടെ ഞെട്ടലിലായിരുന്നു മാധവും ആദിയും. തനിക്ക് നേരെ കണ്ണുകൾ മിഴിച്ചിരിക്കുന്ന അർജുനെ കണ്ട് മാധവന്റെ താടിയിലിട്ടൊന്ന് തട്ടി. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ കേട്ടോ? അതോ നിന്റെ കാറ്റ് പോയോ? കാറ്റ് പോയതല്ല അളിയ, എൻ്റെ റിലേ പോയതാ. എന്നാലും എൻ്റെ മാളു. വീണ്ടും കണ്ണു മിഴിച്ചുള്ള അതേ എക്സ്പ്രഷൻ തന്നെയാണ് അർജുനിൽ. സംഭവമെല്ലാം മാധവിൽ നിന്ന് കേട്ട് കഴിഞ്ഞ് അവനെന്തോ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ കുരിപ്പ് ഒറ്റൊരാളാ കാര്യങ്ങൾ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത്. എന്നിട്ട് അവളുടെ ഒരു ഡയലോഗും. അർജുൻ, നീയെങ്കിലും അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ പറഞ്ഞു വിടാൻ നോക്ക്. മാധവ് ദയനീയമായി പറയുമ്പോൾ അർജുൻ്റെ കണ്ണുകൾ അവൻ്റെ നേർക്കുന്നുണ്ട്. എങ്ങോട്ട് പറഞ്ഞു വിടണമെന്നാ മാധവ് ഈ പറയുന്നത്? ആ റാസ്കൽ പറഞ്ഞതെല്ലാം നീയും കേട്ടതല്ലേ? ഇനിയും ആ പാവം പെണ്ണിനെ കൊലക്ക് കൊടുക്കണോടാ. പക്ഷെ അർജുൻ, നമ്മളാ കുട്ടി എന്ത് ചെയ്യും? അതിനൊരു നിമിഷം അർജുൻ മൗനം പാലിച്ചു. എന്തായാലും മാളവിക വരട്ടെ, അവളുടെ അഭിപ്രായം നോക്കി ബാക്കി നമുക്ക് അവളോട് ചോദിച്ചിട്ട് ചെയ്യാം. എൻ്റെ പൊന്നളിയ, ഇനി അത് വേണോ? ചിലപ്പോൾ ആ പെണ്ണ് ഇപ്പം തന്നെ എന്നെയും അവളെ പിടിച്ച് കെട്ടിക്കും. ആ രീതിയിലാണ് നിന്റെ പെണ്ണിൻ്റെ നിൽപ്പും പാവും. മാധവ് തലയിൽ കൈവച്ചുകൊണ്ട് അത് പറയുമ്പോൾ അർജുനും മാളവിനെ ഓർത്ത് ചിരിയാണ് വന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ താനും ഇവിടെ ഉണ്ടാവണമായിരുന്നെന്ന് അവൻ ആഗ്രഹിച്ചു പോയി. ഈ നേരമാണ് മാളു റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവളുടെ കയ്യിൽ ദിത്തുമോളുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് കണ്ണുമിടിച്ച് എല്ലാവരെയും മാറി മാറി നോക്കുന്ന തിരക്കിലാണ്. എന്തായിടോ ആ കുട്ടി എന്താ പറയുന്നേ? ആകെ കരച്ചിലാണ് അർജുൻ. അവൾക്ക് താഴേക്ക് പോകാൻ പേടിയാണെന്ന്. ഞാൻ പിന്നെ ഒരു ദിവസം ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് കിടത്തി. പാവം ഒന്ന് ഉറങ്ങട്ടെ, കരഞ്ഞു കരഞ്ഞ് ഒരു വിധമായി. മാളൊരു നോവോടെ പറയുമ്പോൾ അർജുൻ അതിനൊന്ന് മൂളി. ശേഷം അവൾ മാധവനെ നോക്കുമ്പോൾ അവൻ വേറെങ്ങോ ശ്രദ്ധ കൊടുത്ത് നിൽക്കും പോലെ. അവൾ മെല്ലെ അവൻ്റെ അരികിലായി വന്നു നിന്നു. ഏട്ടനോട് ദേഷ്യമാണല്ലേ? മാളുവിൻ്റെ ശബ്ദം കേൾക്കി എന്തോ ആലോചിച്ച് നിന്ന മാധവ് ഞെട്ടിലൂടെ അവളെ നോക്കി. പെട്ടെന്ന് അങ്ങനെയൊക്കെ ഞാൻ പോലും അറിയാതെ പറഞ്ഞു പോയതാണ്.
അത് മനഃപൂർവ്വം അല്ല, സോറി ഏട്ടാ. മാളു അവന് മുന്നിൽ മുഖം താഴ്ത്തുമ്പോൾ മാധവ് നേരിയ ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു. എനിക്കറിയാത്തതാണോ മോളെ നിന്നെ? എന്തായാലും നടക്കാനുള്ളത് നടന്നു. ഇനി നമുക്ക് അതേക്കുറിച്ച് പറയാതെ അടുത്തത് എന്താണെന്ന് തീരുമാനിക്കാം. അതെ മാളവിക, വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താ തൻ്റെ പ്ലാൻ? അർജുൻ, എൻ്റെ മനസ്സിലിപ്പോൾ ഒന്നുമില്ല. പിന്നെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ആ കുട്ടിയെ നമ്മുടെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ആ കുട്ടി വരുമോ? ആ ചോദ്യത്തിന് അവർ മൂവരുടെയും മുഖത്തും ഒരേ ഭാവമായിരുന്നു, സംശയം. എന്തായാലും നാളെ നമുക്ക് ആ കുട്ടിയോടൊന്ന് സംസാരിക്കാം. എന്താ പറയുന്നതെന്ന് നോക്കാലോ. അർജുന അത്രയും പറഞ്ഞുകൊണ്ട് മാളവിൻ്റെ കയ്യിലിരിക്കുന്ന ദിത്ത് മുകളിലേക്ക് ശ്രദ്ധ കൊടുത്തു. കുഞ്ഞവനെയും നോക്കിയിരിപ്പാണ്. ഈ കള്ളിപ്പണിനെ എത്ര ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്നില്ല. അവിടെ എഴുതിയാ ഇവൾ അവളുടെ അമ്മയുടെ ഉറക്കം കളയും. അതാ ഞാനിങ്ങ് എടുത്തുകൊണ്ട് വന്നത്. നമുക്ക് ഇന്നും കൂടെ നമ്മുടെ കൂടെ കെടുത്താം, അല്ലേ അർജുൻ? മാള് കണ്ണുകൾ പിടുത്തി ചോദിക്കുമ്പോൾ മറുപടിയായി അർജുൻ കണ്ണ് ചിമ്മി പുഞ്ചിരിച്ചു. ശേഷം അടുത്ത് നിന്ന മാധവിൻ്റെ തോളിലൊന്ന് തട്ടിയ ശേഷം അവരിരുവരും റൂമിലേക്ക് പോയി.